ഞാൻ ഇന്ന് ഒരു കൂട്ടം ചീപ്പുകളുടെ കഥ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കഥയല്ല, വിശേഷം. ഈ ചീപ്പുകളിൽ എന്ത് കാര്യം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾക്കൊക്കെ തിക്കായിട്ടുള്ള മുടി അല്ലെങ്കിൽ പല തരത്തിലുള്ള മുടികൾ ഉണ്ടാവും. അപ്പോൾ മുടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മുടിക്ക് നല്ല പ്രാധാന്യമാണ്. അപ്പോൾ കേളിയായിട്ടുള്ള ചുരുണ്ട മുടിയുണ്ട്, കോലം മുടിയുണ്ട്, പലതരത്തിലുള്ള മുടിയുണ്ട്. മുടി ഇല്ലാത്തവർ, കുറച്ച് മുടിയുള്ളവരുണ്ട്, ഉള്ളു കുറവുള്ളവരുണ്ട്, ഉള്ളു കൂടുതലുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും പല ബ്യൂട്ടി പാർലറിലുള്ള അവർ ഉപയോഗിക്കുന്ന ഓരോരുത്തർ വരുമ്പോൾ അവരുടെ മുടിയൊക്കെ നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിന് എടുക്കുന്ന ചീപ്പുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകം തോന്നി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാനും പല സന്ദർഭത്തിൽ പലതരത്തിലുള്ള ചീപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നല്ലതായിരിക്കും. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൊച്ചുമക്കൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും രാവിലെ തല ഈരി ഒതുക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അതുപോലെ ഒരു ബഹളമാണ് അല്ലേ, മുടി ചിലവർക്ക് നല്ല തിക്കായിട്ടുള്ള മുടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇതേപോലെയുള്ള ചീപ്പുകൾ നമുക്ക് പലതരത്തിലുള്ള ചീപ്പുകൾ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ കേളി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മുടിയുള്ളവർക്ക് അവർ കുളിച്ചിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ അവരുടെ മുടിയുടെ ഒരു കട്ട കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ചെട കൂടിയിരിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്നാണ്. ഇതിൻ്റെ ബ്രസ്റ്റിൽ കണ്ടാൽ അറിയാം, നല്ല എന്താ പറയുക, അകൽച്ചയുണ്ട്. അതുപോലെ ഇതിനൊരു ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ മസാജ്, അതായത് നമ്മുടെ തലയൊട്ടിക്ക് ഒരു മസാജ് കൊടുക്കുന്ന രീതിയിൽ കുട്ടികളുടെ മുടി ഈരുമ്പോൾ വേദനിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഒഴിവാകുന്ന രീതിയിൽ എത്ര ചെടുകൂടിയ മുടിയും നമുക്ക് ഈരി പെട്ടെന്ന് തന്നെ അവരെ റെഡിയാക്കി നിർത്താൻ പറ്റും. നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെ മുടിക്കും നല്ലതാണ്. എൻ്റെ മുടി ഒരുതരം കുറച്ച് ഇറങ്ങിയപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഇതൊക്കെ മാറും. ഇതൊക്കെ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഈരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കാറ്റത്തൊക്കെ പറന്ന് അല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ്, ചില ദിവസം രാവിലെ നമ്മൾ കുളിക്കണമെന്നില്ല, ചില ദിവസം കുളിച്ചവരായിരിക്കാം. അപ്പോൾ ആ മുടിയൊക്കെ, എൻ്റെയൊക്കെ മുടികളൊക്കെ ഒതുക്കാന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പാണ് ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതുപോലെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാം, കുറേ നാൾ ഈട് നിൽക്കും. ഈ ഒരു കോമ്പ് 200 ചില്ലാൻ രൂപയുണ്ട് ഈ ചീപ്പിന്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി നാൾ ഈട് നിൽക്കും. ഇനി ഇത് ഉള്ളു കൂടുതലുള്ളവർക്ക് കേട്ടോ, ഉള്ളു കുറഞ്ഞവർക്ക് ഇത് കണ്ടോ, ഇതേപോലെയുള്ള കൊമ്പ് കിട്ടും. അടുപ്പിച്ച് ബ്രസ്സിലാണ്. ഇതും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിനും അധികം വിലയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ടൈം ലാഭം. നമ്മുടെ മുടി പൊട്ടി പോകുന്നത്, അതായത് ഒത്തിരി പേര് ഇങ്ങനെ വലിച്ച് നമ്മൾ ചീപ്പും കൊണ്ട് വലിച്ച് ഈരി നമ്മുടെ മുടികളൊക്കെ പൊട്ടി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈരുമ്പോൾ നമുക്ക് തലയോട്ടിക്ക് ഒരു മസാജിങ് ആണ്. ചുമ്മാ തല ഈരണമെന്നാണ് പറയുക. നമ്മുടെ തലയോട്ടിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പ് കൊണ്ട് ചുമ്മാ എപ്പോഴും ഇങ്ങനെ ഈരുകൊണ്ടിരുന്നാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. എനിക്ക് ഉപകാരപ്പെട്ടതുകൊണ്ട് മാത്രം നിങ്ങളോട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു ചീപ്പ് കണ്ടോ, ഈ ഒരു കോമ്പ് കണ്ടോ, അകൽച്ചയുള്ളത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം, ഇപ്പോൾ രാവിലെയൊക്കെ കുളിച്ച് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് തലേന്ന് ചീകി പോകണം, ഒന്ന് മുടിയുടെ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ നമുക്ക് കോന്തി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചീപ്പും കൊണ്ട് നമുക്ക് നമുക്ക് ബ്രസ്സിൽ അകലമുള്ളതാണ്. ഇതിനധികം വിലയില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് പക്ഷേ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലുള്ളതാണ്, കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്, കുറേ നാൾ ഈട് നിൽക്കും. പിന്നെ നമുക്ക് തീരെ മുടിയില്ലാത്തവർക്ക് നമ്മൾ സാധാരണ പണ്ട് തുടങ്ങി ഉപയോഗിക്കുന്ന കൊമ്പ് ഇത് കണ്ടോ. ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് മുടിയുള്ള, അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന ചെറുപ്പാണ്, കാരണം ആളുടെ മുടി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പുരികം പെട്ടെന്ന് തന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഒതുക്കി ഷേപ്പാക്കി വയ്ക്കാൻ നല്ലതാണ്. കുഞ്ഞു ബ്രസ്സിലാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള ചീർപ്പ് നല്ലതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു 4 ടൈപ്പിലുള്ള കോമ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒത്തിരി കോമ്പുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ചെറുപ്പത്തിലൊക്കെ ഇത് കിട്ടാനായിട്ട് നമുക്ക് വഴിയില്ലാത്തപ്പോൾ നമ്മൾ സാധാരണ ചീർപ്പ് കൊണ്ടൊക്കെ ഈരിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലമൊക്കെ മാറി വരുന്നു. പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെയുള്ള കോമ്പുകൾ നിങ്ങളൊന്ന് വാങ്ങുക. കുട്ടികളുള്ള വീടുകളിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈരാനും അവർക്കിടെ തലയുടെ മുടിയൊന്നും പൊട്ടി പോകാതെ നല്ല ഭംഗിയായിട്ട് ഈരി ഒതുക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇതേപോലെയുള്ള കോമ്പൊക്കെ ഉണ്ടെങ്കിലേ, പിന്നെ ഒരു റൗണ്ട് കോമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പറന്ന് അലർച്ചയായിട്ട് കിടക്കണമെങ്കിൽ ഇതേപോലെ ഈരി ഒതുക്കി വെക്കാം കണ്ടോ. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ ഈരി നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ ഈരി വെച്ചത് കൊണ്ട് ഞാൻ പിന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചീപ്പുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ചിലർ ചോദിക്കും ഇതെന്ത് ഇങ്ങനെ ചീപ്പുകളൊന്നും അറിയാത്തതാണോ കാണാത്തതാണോ എന്നൊക്കെ. ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പലർക്കും അറിയാൻ പാടില്ല. എനിക്കറിയില്ലായിരുന്നു.
ഇതേപോലുള്ള കോമ്പുകളൊക്കെ പാർലറുകളിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഉപകാരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ നല്ല ഫാൻസി കടകളിലൊക്കെ ചെന്നാൽ ഇതേപോലെ നമുക്ക് മസാജിങ് ഫീൽ തരുന്ന തരത്തിലുള്ള കോമ്പുകൾ കിട്ടും. അങ്കമാലി KSRTC സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ആർക്കെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്കമാലിയിലുള്ള പരിസരത്തുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നൊരു ഷോപ്പാണ്. നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഇവിടുത്തെ ഐറ്റംസാണ് കൂടുതലും വാങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സൺസ്ക്രീൻ തീർന്നു പോയപ്പോൾ അത് വാങ്ങാനായിട്ട് ചെന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ ചീർപ്പുകളുടെ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. ഞാനിവിടുന്ന് കുറേ നാളുകൾക്ക് മുമ്പ് മേടിച്ച ചീർപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല ഉപകാരപ്രദമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അവിടെ ചെന്നിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്കമാലി ഭാഗത്തേക്ക് വരുന്നവർ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ വന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കോമ്പുകളൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല സ്റ്റേഷനറി ഷോപ്പുകൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒന്ന് അന്വേഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മൾ ഈ മോഡൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ കോമ്പെന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർ ക്വാളിറ്റിയൊക്കെ എഴുതി കാണും. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.